എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 പോയിന്റില് ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം നല്ലതാണ്. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചിറ്റണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിൽ ഇട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള റിംഗ് വാങ്ങാം. 6ഓ 7ഓ വാങ്ങാണ് നല്ലത്. പിന്നെ 8 ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വലുതായിരിക്കും വട്ടം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പോപ്ലിംഗ് ക്ലോത്ത് ആണ്. പോപ്ലിംഗ് ക്ലോത്ത് എന്നാണ് പറയാ. ഇത് പിന്നെ കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പും ഉണ്ട്, കനം കൂടിയ ടൈപ്പും ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക് ഉള്ള ഈ ഒരു വൈറ്റ് കനം കുറഞ്ഞ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ കട്ടിയുള്ള പോപ്ലിംഗ് ക്ലോത്ത് വാങ്ങാം കേട്ടോ. കട്ടിയുള്ളത് തന്നെ വാങ്ങണേ. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിങ്ങിൽ ക്ലോത്ത് ഇടാന്നും കൂടി നോക്കാം. കാരണം ഒരുപാട് പേര് നല്ലോണം ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റിങ്ങിൽ ക്ലോത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആര്യ വർക്കില് പിന്നെ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റിങ്ങില് ഇട്ട് സ്റ്റാൻഡുമേലോ റിങ്ങുമേലോ ഒക്കെ ഇട്ടിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാൽ തന്നെ നമുക്കത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ റിങ്ങിന്റെ ഉള്ളിലത്തെ ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്ത്, ഈ ക്ലോത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു റിങ്, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 6 ഇഞ്ചിന്റെ റിങ് ആണ്. ഈ ഒരു 6 ഇഞ്ചിന്റെ റിങ് ഇതുപോലെ വെച്ചാൽ ഈ ഒരു 4 സൈഡിലേക്കും തുമ്പുണ്ട്. ഓക്കെ, 4 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നിങ്ങൾ എത്ര ഇഞ്ചിന്റെ റിംഗ് ആണോ വാങ്ങുന്നത്, ഇപ്പൊ 7 ഇഞ്ച് ആണെങ്കിൽ ആ 7 ഇഞ്ചിന്റെ റിംഗ് ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ തുമ്പ് വിട്ടിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഉള്ളിലത്തെ റിംഗ് ആണ് കേട്ടോ, ആ സ്ക്രൂ ഇല്ലാത്ത ഉള്ളിലത്തെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ക്ലോത്ത് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു റിങ്ങിന്റെ സ്ക്രൂ ലൂസാക്കി കൊടുക്കുക. നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ട, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഈ തുണി കണ്ട വളരെ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു തുമ്പ് നമ്മൾ ആദ്യം നന്നായിട്ട് പിടിച്ച് വലിച്ചു കൊടുക്കുക സൈഡിലേക്ക്. ഈ സൈഡിലത്തെ തുമ്പുകളൊക്കെ ഇതുപോലെ പിടിച്ച് വലിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലത്തെ തുമ്പും പിടിച്ച് വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാ സൈഡും ഒന്നുകൂടി വലിച്ചു കൊടുക്കണം, നന്നായിരിക്കും. ഒന്നുകൂടി ടൈറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ. ഓക്കെ, അതുപോലെ ഇപ്പൊ നേരത്തേനേക്കാളും കണ്ടോ, നമ്മളിങ്ങനെ തൊടുമ്പോ താഴ്ന്നു പോകുന്നില്ല, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി സൈഡിൽ ചെറുതായിട്ട് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക. തുണി കീറാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് റിങ്ങില് ക്ലോത്ത് ഇടുക കേട്ടോ. അപ്പോ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. മെറ്റീരിയൽസിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഫ്രീ ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ അതിന് ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ത്രെഡിന്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 14.05 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ 2 നീഡിലാണ് വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്, 24ഉം 14.05ഉം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 14.05 ആണ്. മറ്റേത് നമ്മൾ ബീഡ്സ് ഒക്കെ ചെയ്യാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ചില ബീഡ്സ് ഇതിൽ കയറുന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പിന്നെ നിങ്ങൾ സ്റ്റാൻഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും ചിലര്. അപ്പൊ സ്റ്റാൻഡിന്റെ റിങ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട്
വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ പിടിക്കണം. നമ്മൾ ഈ ഒരു കെട്ടിട്ട ഭാഗം ഈ തള്ളവിരലിന്റെയും ഈ ഒരു ചൂണ്ടുവിരലിന്റെ ഇപ്പുറത്തുള്ള വിരലിന്റെയും കൂടെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ചൂണ്ടുവിരലിനെ ചുറ്റിയിട്ട് ആ മറ്റേ ഭാഗവും ഇതിന്റെ ഇടയ്ക്ക്, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊളത്തിയെടുക്കുകയാണ് ചെയ്യുക. അത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ. സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഇത് നമ്മുടെ റിങ്ങിന്റെ അടിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈനുമേ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ നീഡിൽ കുത്തി. അപ്പൊ നമ്മള് പൊതുവെ നീഡിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹോള് വീഴും. അത് ഈ ഒരു നീഡിൽ കുത്തി എടുക്കുമ്പോൾ ഒരു ഹോള് പൊതുവെ വീഴും. ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തുണിയുടെ പിന്നെ ത്രെഡ് മേലാണ് കുടുങ്ങിയിട്ട് കീറി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഹോള് ആ ഒരു ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നീഡിൽ മെല്ലെ തിരിച്ചിട്ടാണ് ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം കുത്തി അതിനുശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാം. ത്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കുക. അറ്റത്ത് കുറച്ച് നല്ല രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് കൊളത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊളത്താൻ വേണ്ടി വെച്ച് അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് നീഡിലൊന്ന് തിരിച്ച് എന്നിട്ടാണ് ഇത് പൊക്കിയെടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെയിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ചെയിൻ. ഓക്കെ, ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും നമ്മള് ചെയിന് നീഡിൽ കുത്തി താഴ്ത്തി കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ചെയിൻ ഇതുപോലെ ചുറ്റി കൊടുക്കുക. നീഡിലിനെ ഈ ഒരു ചെയിനല്ല ത്രെഡ് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചുറ്റിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു നീഡിലിനെ തിരിച്ചിട്ട് മെല്ലെ പൊന്തിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്ത ചെയിൻ കിട്ടി. ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ചെയിൻ ആക്കിയിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടീസിന് എന്ത് ചെയ്യുക, വലിയ ചെയിൻ എടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആ ചെയിന് റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. വീണ്ടും ഞാനിതാ ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് കുത്തി ഇതിനെ ചുറ്റി കൊടുത്തു. ഇതുപോലെ ചുറ്റി നിർത്തിയതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് നീഡിലെ തിരിച്ച് പൊക്കിയെടുത്തു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കണ്ട് കുത്തി കൊടുക്കുമ്പോൾ നമ്മളെ നീഡിലിന് കൊളത്ത് ആ സൈഡിലേക്കാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, നമ്മൾ ഇരിക്കണതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ നീഡിൽ തിരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ കുത്തി കൊടുത്തു, അതിന് ശേഷം ഇതുപോലെ ചുറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ നീഡിൽ നമ്മളെ സൈഡിലേക്കാണ് കൊളത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് എടുക്കുക. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വീണ്ടും ഞാൻ കുത്തി അതിനുശേഷം കൊളത്തി കൊടുത്തു. എന്നിട്ട് ഒന്ന് തിരിച്ചതിന് ശേഷം എടുക്കാം. വീണ്ടും കുത്തി കൊടുത്തു, ഇത് ചുറ്റി കൊടുത്തു. അതിന് ശേഷം ഈ നീഡിലിനെ ഞാനൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് പ്രാക്ടീസ് ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് കൊളത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കേണ്ടത് ശരിക്കും എൻഡിനോട്ട് നമ്മൾ ഫസ്റ്റ് പെയ്ഡഡ് ക്ലാസ്സിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെയാണ് എൻഡിനോട്ട് പഠിക്കുന്നത്. ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ എൻഡിനോട്ട് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിടുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെയല്ല നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. വേറൊരു മെത്തേഡാണ് ഇതിൽ. ഈ ഒരു ആര്യ വർക്കിൽ എൻഡിനോട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെയ്ഡഡ് ക്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. ഇതിൽ നിങ്ങൾ കെട്ടുകേണ്ടത് ഇതുപോലെ ഈ ഒരു ലാസ്റ്റത്തെ ചെയിന് കെട്ടിടാനുള്ള ചെയിന് ഇതുപോലെ നന്നായിട്ട് കുറച്ച് വലുതാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ചെയ്ത സ്റ്റിച്ചിന്റെ അടുത്തേക്ക് കുത്തിയിട്ട് ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുവരണം. ഈ വലുതാക്കി എടുത്തതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് അടിയിലേക്ക് ആക്കി കൊടുക്കുക. അപ്പൊ അത് അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് നോർമലി നമ്മൾ രണ്ടും കൂടിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ശരിക്കും നമ്മള് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എൻഡ് നോട്ട് അല്ല ആര്യ വർക്കിൽ ചെയ്യുക, വേറൊരു ടൈപ്പാണ്. അത് നമ്മളെ പെയ്ഡഡ് ക്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് വേണം ഈ ഒരു 3 ഫസ്റ്റ് തന്നെ ഈ ഒരു ത്രെഡ് ഇവിടെ നിൽക്കുന്ന ത്രെഡും കട്ട് ചെയ്ത് കളയരുത്. ഈ ഒരു 3 ത്രെഡും അതിനുശേഷം നമ്മൾ കെട്ടിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയരുത്, അപ്പൊ അത് ലൂസായി പോവാൻ ചാൻസ് ഉണ്ട്. വീണ്ടും നമ്മളിത് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ജിഗ്സാഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ കോൺ ഭാഗങ്ങളിൽ വരുമ്പോ ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റില് ആ ലൈനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത്, ശരിക്കും നിങ്ങൾ ചെറുതാക്കിയിട്ട് തന്നെ ചെയിൻ എടുത്ത് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ജിഗ്സാഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ കോൺ ഭാഗങ്ങളിൽ വരുമ്പോ ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റില് ആ ലൈനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത്, ശരിക്കും നിങ്ങൾ ചെറുതാക്കിയിട്ട് തന്നെ ചെയിൻ എടുത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്, അതായത് ഈ ഒരു സൈഡിലേക്ക്. ഓക്കെ, ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിപ്പോ ഞാൻ നേരിട്ടിട്ട് ഈ സൈഡിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചെയിൻ ലൂസായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ തൊട്ട് ബാക്കിലുള്ള ചെയിൻ ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ചെയിൻ എടുക്കുകയാണെങ്കിൽ ആ ചെയിൻ കണ്ട ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല, നമുക്ക് ഇവിടെ കോണായിട്ട് തന്നെ വരണം. അപ്പൊ നമ്മളത് അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചിട്ട് അയച്ചെടുക്കുക. പിന്നെ നമ്മൾ കെട്ടിടാതെ നമ്മൾ ഒരിക്കലും ചെയ്ത വർക്ക് ഇതാക്കരുത്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ അടിയിൽ നിന്ന് ത്രെഡ് വലിക്കും തോറും കണ്ട ഇത് അഴിഞ്ഞു പോരും. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് മൊത്തം അഴിഞ്ഞു പോരും. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിതാ ഇവിടെ വരെ എത്തി. അതിനുശേഷം ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നീങ്ങാൻ പാടില്ല. ഞാൻ സൂം ചെയ്തിട്ട് തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ക്ലിയർ എടുക്കാനാണ്. ഈ ഒരു ചെയിന് നമ്മൾ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു ചെയിനും കൂടി എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ അവിടെ ഒരു കുഞ്ഞ ലോക്ക് വീഴും. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കോണായിട്ട് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു ചെയിനിന്റെ ഇവിടെ ലൂസായിട്ട് നിൽക്കുന്നില്ല, അവിടെ ശരിക്കും കോണ് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് പോണം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ചെയിൻ ലൂസായിട്ട് നിൽക്കും. അപ്പൊ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് പോലും വിടരുത്. നമ്മൾ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കുത്തുക, അടുത്ത ചെയിൻ എടുക്കുക. അടുത്ത ചെയിൻ എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. ത്രെഡ് ഒന്ന് ഈ ഒരു നീഡിൽ ഒന്ന് വലിച്ച അവിടെ ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ അവിടെ കുഞ്ഞൊരു ലോക്ക് വീഴും. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ചെയിൻ നല്ലോണം അകന്ന് നിൽക്കുന്നതാണ്, അല്ലാതെ ഇവിടെ ലൂസായിട്ടല്ല കേട്ടോ നിൽക്കുന്നത്. ആ ചെയിന് ലൂസായിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഇവിടെ കോണായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടെ കുഞ്ഞൊരു ലോക്ക് വന്ന് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുഞ്ഞൊരു ലോക്ക് വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എൻഡ് നോട്ട് ഇടാം. അപ്പോ ഈ ഒരു കുഞ്ഞ ലോക്ക് നമ്മൾ പിക്ചറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ റൗണ്ടിലാണെങ്കിലും അതല്ലെങ്കിൽ ചില ഈ കോണ് പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ പിക്ചറിൽ വരും, ഫ്ലവർ ഒക്കെ വരയ്ക്കുമ്പോൾ. അപ്പൊ അവിടെ നിങ്ങൾ ഈ ഒരു കുഞ്ഞ ലോക്ക് ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ചെയിൻ എന്ത് ചെയ്യും, ലൂസായിട്ട്
നിൽക്കും. ഇനി നേരത്തെ പോലെ നമുക്ക് ഇത് വലുതാക്കി എടുത്തിട്ട് അടിയിൽ നിർത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ കോൺ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ചെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുനിന്ന് ഇത്ര ഗ്യാപ്പ് പോലും വരാൻ പാടില്ല. നമ്മൾ ഈ തൊട്ടടുത്തുനിന്ന് തന്നെയാണ്. ഒരു കുഞ്ഞ ചെയിനും കൂടി എടുത്ത് വലിച്ചു കൊടുത്താൽ അവർ കുഞ്ഞ ലോക്ക് വീഴും. എന്നിട്ട് നേരെ അടിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടൊക്കെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. നമ്മൾ ഒരുപാട് ഒരു 5-8 വീഡിയോ ആയിട്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത്രയും വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അപ്പൊ പിന്നെ ചെയ്യുമ്പോ പിക്ചറിലൊക്കെ ചെയ്യുമ്പോ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിക്ചറിൽ ചെയ്യുമ്പോ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ വലിയ ചെയിൻ ആക്കി ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ. അതിനുശേഷം ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്താൽ മതിയാവും. വലിയ ചെയിൻ എടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ബാക്ക് സൈഡ് നോക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയിൻ എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലെ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നെ ഇതുപോലെ കോൺ ഭാഗം ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെയും ആ ഒരു പ്രാക്ടീസ് ചെയ്യണോടൊപ്പം ഇതുപോലെ കോണായിട്ട് വരുന്ന ഇങ്ങനെ നമ്മുടെ ട്രയാങ്കിള് അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ വരച്ചിട്ട് അതുപോലെ അതും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതുപോലെ പിക്ചർ എടുത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതലായിട്ട് പിന്നെ ആര്യവർക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പിന്നെ കൂടുതൽ സ്റ്റിച്ചുകളൊക്കെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പിക്ചറിൽ തന്നെ ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പിക്ചറിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഞാനത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.